സ്റ്റുഡൻസ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമ്മളിന്ന് നമ്മുടെ എല്ലാം VFA പരീക്ഷ ഇങ്ങ് പടിവാതിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ VFA പരീക്ഷ സിലബസിനെ അടിസ്ഥാനമാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. VFA പരീക്ഷ അടിസ്ഥാനമാക്കിയ കേരള ചരിത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പരിശോധിക്കുക. നമുക്കറിയാം, നമ്മുടെ കോമൺ GK ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചരിത്രം, ഹിസ്റ്ററി എന്നറിയപ്പെട്ട ഭാഗം. ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ, കാരണം വിശാലമായൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം എല്ലാം നിങ്ങളുടെ സിലബസിലുണ്ട്, ശരിയല്ലേ? നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി പെട്ടെന്ന് VFA പരീക്ഷ എഴുതാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി നമുക്ക് ഈ ഒരു സെക്ഷൻ പരമാവധി ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കുക. ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഉത്തരങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ശരി, നമുക്ക് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. അപ്പോൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയപ്പെട്ട VFA സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? അതായത് തിരുവിതാംകൂറിന്റെ ചരിത്രം മുതൽ, അതായത് നമ്മുടെ ഒരു LDC സിലബസ് തന്നെയാണ് ഇവിടെയും ചരിത്ര വസ്തുതയായിട്ടുള്ളത്. അനിഴം തിരുനാൾ, മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള കാലഘട്ടവും, തിരുവിതാംകൂറിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പ്രധാനപ്പെട്ട നവോത്ഥാന നായകർ എന്നിങ്ങനെ നീളുകയാണ് നിങ്ങളുടെ സിലബസിലെ ടോപ്പിക്കുകൾ. നമുക്കിതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് പോകാം, അല്ലേ? ചോദ്യങ്ങളിലേക്ക് അടക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. ശരി, നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം. ഒന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ആരെല്ലാമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ഇതാണ് ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ ആരെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ A TK മാധവൻ, ഓപ്ഷൻ B സ്റ്റേറ്റ്മെന്റ് 2 KP കേശവ മേനോൻ, 3 മന്നത്ത് പത്മനാഭൻ, 4 ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, 5 CV കുഞ്ഞിരാമൻ. ഇതിൽ ആരെല്ലാമാണെന്നാണ് ചോദ്യം. TK മാധവൻ, KP കേശവൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. ഓപ്ഷൻ A 1, 2, 3 മാത്രം. ഓപ്ഷൻ B 1, 2, 4, 5 മാത്രം. ഓപ്ഷൻ C 1, 3, 4, 5 മാത്രം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാം. നമുക്കെല്ലാം അറിയാം, 1924 മാർച്ച് മാസം 30-ാം തീയതി ആരംഭിച്ച ഐതിഹാസികമായ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം. അതിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു. അതിലെ പ്രധാന നേതാക്കൾ നോക്കുക. TK മാധവൻ ഒരു പ്രധാന നേതാവാണ്, ശരി ഉത്തരം. KP കേശവ മേനോൻ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പ്രധാന നേതാവാണ്. വൈക്കം സമരവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം വരെ അനുഷ്ഠിച്ച നേതാവാണ് ആര്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവ മേനോൻ. അതുപോലെ മന്നത്ത് പത്മനാഭൻ, നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയടക്കം നയിച്ച ഒരു നേതാവാണ് ആരെന്നറിയപ്പെടുന്നത്? മന്നത്ത് പത്മനാഭൻ. അതുകൊണ്ട് അതും അവിടെ ശരിയാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ശരിയാണ്. കാരണം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നിവേദനം റാണി സേതുലക്ഷ്മിബായിക്ക് സമർപ്പിക്കുന്നതെല്ലാം ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. അതുകൊണ്ട് അവിടുത്തെ ശരി ഉത്തരമാണ്. പിന്നെയോ CV കുഞ്ഞിരാമൻ, CV കുഞ്ഞിരാമനും അവിടുത്തെ ശരിയായ ഉത്തരമാണ്. CV കുഞ്ഞിരാമൻ, അല്ലേ? CV കുഞ്ഞിരാമൻ ഈ സമരത്തിൽ പങ്കെടുത്തു. അപ്പോൾ 5 പോയിന്റ്, 5 നേതാക്കൾ. ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ D ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ശരി ഉത്തരം. ഓൾ ഓഫ് ദി അബോവ്, ശരിയല്ലേ? നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പോരാട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു അടയാളമാണ് വൈക്കം സത്യാഗ്രഹം എന്നൊക്കെ നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. എന്നാൽ ചോദ്യം: വൈക്കം സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ആർക്ക് പറയാം? വൈക്കം സമരം ആരംഭിക്കാൻ കാരണമായ INC സമ്മേളനം മറന്നുപോകരുത്. 1923 കാക്കിനട INC സമ്മേളനമാണ്. കാക്കിനട സമ്മേളനം കേട്ടിട്ടില്ലേ? കാക്കിനട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, പ്രസിഡന്റ് ആരാണ്? കാക്കിനട INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നുപോകരുത്, മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയാണ് കാക്കിനട INC സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. മൗലാന മുഹമ്മദ് അലി, മറന്നുപോകരുത്. ഓക്കെ, കാക്കിനട സമ്മേളനം നടന്ന വർഷം 1923, മറന്നുപോകരുത് കേട്ടോ. ശരി, വൈക്കം സത്യാഗ്രഹത്തിന്റെ നായകൻ, വൈക്കം സത്യാഗ്രഹത്തിന്റെ ചീഫ് ലീഡർ, വൈക്കം സത്യാഗ്രഹ നായകൻ
വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഒറ്റ ഉത്തരം ആരാണ്? നമ്മുടെ TK മാധവനാണ് ശരി ഉത്തരം. കണ്ടോ, വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെട്ട നേതാവാണ് TK മാധവൻ. കേട്ടിട്ടുണ്ടോ? TK മാധവൻ അറിയപ്പെടുന്ന വിശേഷണമാണ് കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ്. കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് എന്നറിയപ്പെട്ട നേതാവാണ് ആര്? TK മാധവൻ അല്ലെ? കേരളത്തിലെ പ്രീവിയസ് ചോദ്യമാണ്, കേരളത്തിലെ ക്ഷേത്രപ്രവേശനവാദത്തിന്റെ ഉപജ്ഞാതാവ്, ക്ഷേത്ര സമരങ്ങളുടെ നായകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരെയാണ് ചോദിച്ചാൽ വേറെ ആരുമല്ല, TK മാധവൻ. മറന്നു പോകരുത് കേട്ടോ. TK മാധവൻ ആരംഭിച്ച പ്രധാനപ്പെട്ട സംഘടനകളാണ് കാർത്തികപ്പള്ളി ഈഴവ സമാജം, ധർമ്മ ഭട സംഘം. എല്ലാം ആരംഭിച്ചത് TK മാധവനാണ്. TK മാധവന്റെ TK മാധവൻ ആരംഭിച്ച വിഖ്യാതമായ പത്രം ഇന്നും നിലവിലുള്ള ഒരു പത്രമാണ്. 1915 TK മാധവൻ ആരംഭിച്ച പത്രമാണ്, കേട്ട് കാണും, ദേശാഭിമാനി. ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ TK മാധവനാണ്. അപ്പൊ മറന്നുപോകരുത്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഒന്ന് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഉത്തരവാദിത്വമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇത് കേരള PSCയുടെ ചോദ്യത്തിൽ വന്ന ഒരു ട്രാൻസ്ലേഷനിൽ വന്ന ഒരു അപാകതയാണ്. ഉത്തരവാദിത്വമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി എന്നല്ല വരേണ്ടത്, ഉത്തരവാദിത്ത ഭരണ സർക്കാർ എന്നാണ് വരേണ്ടത്. കാരണം ഇവിടുത്തെ കൃത്യമായ ചോദ്യം സ്ട്രഗിൾ ഫോർ എ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ കുറിച്ചാണ് ഈ ചോദ്യം. ശരി, എന്താണെങ്കിലും ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റിനെ പറ്റി താഴെ പറയുന്നവർ ഏതാണ് ശരിയെന്നാണ് സ്റ്റേറ്റ്മെന്റ് ഒന്ന്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താണുപിള്ള. സ്റ്റേറ്റ്മെന്റ് 2, കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റിനായുള്ള സമരങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം. 3, അക്കാമച്ചെറിയന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 4, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് R സുഗതൻ ആണ്. 4 സ്റ്റേറ്റ്മെന്റുകൾ. ഇത് ഏതാർക്ക് ശരി? ഓപ്ഷൻ A 1, 2, 3 ശരി. ഓപ്ഷൻ B 1, 3, 4. ഓപ്ഷൻ C 1, 2, 3, 4. ഓപ്ഷൻ D 2, 3, 4. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? അപ്പോ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്താണെന്ന് നമ്മൾ അറിയണം അല്ലെ? 1938 മുതൽ അല്ലെ, 1938 മുതൽ ആരംഭിച്ച തിരുവിതാംകൂറിലും കൊച്ചിയിലും കത്തിപ്പടർന്ന ഒരു സമരമാണ് ഉത്തരവാദ ഭരണ സമരം അല്ലെ? കേരളത്തിൽ, ഇന്ത്യയിലെ മറ്റ് പ്രവിശ്യകളിലെല്ലാം തന്നെ ഉത്തരവാദിത്ത സർക്കാരുകൾ, ജനകീയ ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നത് പോലെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ജനകീയ സർക്കാരുകൾ രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം, അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം മറന്നു പോകരുത് അല്ലെ? ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് തിരുവിതാംകൂറിൽ ഏത് സംഘടന? ഉത്തരം ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയാണ് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചിയിൽ ഏതാണോ? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ശരി. ഇവിടുത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള ആയിരുന്നു. ശരിയോ തെറ്റോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്, ഉത്തരം ആര്? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്, ഉത്തരം പട്ടം താണുപിള്ള. ഓക്കെ. 2, കേരളത്തിൽ ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള സമരങ്ങളെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ധർമ്മരാജ്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, ധർമ്മരാജ്യം എന്ന പുസ്തകം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളെ കുറിച്ചും ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ കുറിച്ചും പറയുന്ന ഒരു പുസ്തകമാണ് ധർമ്മരാജ്യം. ധർമ്മരാജ്യം എഴുതിയതാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളെ കുറിച്ച്, ഉത്തരവാദ ഭരണത്തെക്കുറിച്ച്, ദിവാൻ CP രാമസ്വാമിക്കെതിരായെല്ലാം എഴുതിയ പുസ്തകമാണ് ധർമ്മരാജ്യം. ഈ പുസ്തകം എഴുതിയ കുറ്റത്തിന് വൈക്കം മുഹമ്മദ് ബഷീറിനെ അറസ്റ്റ് ചെയ്യുകയും ധർമ്മരാജ്യം എന്ന പുസ്തകം കണ്ടുകെട്ടുകയും ചെയ്തു. ബഷീറിനെ അറസ്റ്റ് ചെയ്ത് 2 വർഷക്കാലം തടവിലടക്കുകയും ചെയ്തു എന്നെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ധർമ്മരാജ്യം എന്ന പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ ഏതാണ്?
ബഷീറിന്റെ ആത്മകഥ കേട്ടിട്ടില്ലേ? ഓർമ്മയുടെ അറകൾ എന്നാണ്, മറന്നു പോകരുത്. ശരി, എന്താണെങ്കിലും ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് അതായത് ഉത്തരവാദ ഭരണ ഗവൺമെന്റിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് ധർമ്മരാജ്യം, തർക്കമില്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി, 1ഉം 2ഉം ശരി. അടുത്ത മൂന്നാമത്തെ നോക്കുക. അക്കാമച്ചെറിയാന്റെ പേര് ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരിയാണ്. അക്കാമച്ചെറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ വനിതാ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് അക്കാമച്ചെറിയാൻ. പട്ടം താണുപിള്ള അടക്കമുള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അറസ്റ്റിലായ സാഹചര്യത്തിൽ ഈ പ്രക്ഷോഭത്തെ നയിച്ച വനിതാ നേതാവാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് അക്കാമച്ചെറിയാൻ. അക്കാമച്ചെറിയാൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പോരാട്ടങ്ങളുടെ ഭാഗമായി നടത്തിയ മാർച്ച് 1938 വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പറയാമോ ഏത് മാർച്ചാണെന്ന്? പറയാമോ ഏത് മാർച്ചാണ്? രാജധാനി മാർച്ച്. പരീക്ഷയ്ക്ക് ചോദിക്കാം. രാജധാനി മാർച്ച് നയിച്ച വനിതാ നേതാവ് അക്കാമച്ചെറിയാൻ. ഈ മാർച്ച് നയിച്ചു പോകവേ നിരപരാധികളായ സമര വോളണ്ടിയർമാരെ വെടിവെക്കാൻ പോലീസ് തന്റെ റിവോൾവർ എടുക്കുന്നത് കണ്ട് ഇൻസ്പെക്ടറുടെ മുഖത്തേക്ക് നോക്കി അക്കാമച്ചെറിയാൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഞാനാണ് നേതാവ്, നിങ്ങൾക്ക് ആദ്യം എന്നെ വെടിവെക്കാം. ഞാനാണ് നേതാവ്, നിങ്ങൾക്ക് ആദ്യം എന്നെ വെടിവെക്കാം എന്ന് പറഞ്ഞത് ആരാണ് ചോദിച്ചാൽ അക്കാമച്ചെറിയാൻ. മറന്നു പോകരുത്, രാജധാനി മാർച്ച്. അപ്പോ അക്കാമച്ചെറിയാന്റെ പേര് ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി. 4, ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് ആർ സുഗതനാണ്. ഇത് തെറ്റാണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ച വ്യക്തിയുടെ പേര് പുത്തൻകാവ് മാത്തൻ തരകൻ എന്നാണ്. പുത്തൻകാവ് മാത്തൻ തരകൻ എന്നാണോ? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഗാനം രചിച്ചത് പുത്തൻകാവ് മാത്തൻ തരകനാണ്. ആർ സുഗതൻ എന്ന പേര് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് 1, 2, 3 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ. ഉണ്ടോ? 1, 2, 3 എന്നതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. മനസ്സിലായ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? നോക്കുക ഉദ്യോഗാർത്ഥികളെ. അപ്പോ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത് നോക്കുക. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം: സമത്വ സമാജം എന്ന സാമൂഹ്യ സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? നമുക്ക് വളരെ ഈസി ആയ ചോദ്യമാണ്. സമത്വ സമാജം അല്ലെ? പക്ഷേ ഏറ്റവും കുറഞ്ഞൊരു 100 തവണ എങ്കിലും PSC ആവർത്തിച്ച ഒരു ചോദ്യമാണ് സമത്വ സമാജം. നിങ്ങൾ കേട്ട് കാണും, ശരിയല്ലേ? ആരാണ്? ഓപ്ഷൻ പോലും നോക്കേണ്ടതില്ല, എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ കണ്ട സ്ഥിതിക്കൊന്ന് വായിക്കാം. ചട്ടമ്പിസ്വാമികൾ, ബി വൈകുണ്ഠസ്വാമി വാഗ്ഭടാനന്ദൻ, സി തൈക്കാടയ്യ, ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. ശരി ഉത്തരം ആരായിരിക്കും? ഒറ്റ ഉത്തരം ആരാണ്? അയ്യ വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ഡി ആണ് ശരി, വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം അല്ലേ? നമുക്കെല്ലാം അറിയാം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടന, ദി വെരി ഫസ്റ്റ് സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടന എന്നറിയപ്പെടുന്നത് ഏതാണ് ചോദിച്ചാൽ സമത്വ സമാജം രൂപീകരിച്ച വർഷം 1836 സമത്വ സമാജം രൂപീകരിച്ചു. അപ്പോ സമത്വ സമാജം രൂപീകരിച്ച വർഷം പറഞ്ഞേ 1836. സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. ഓർമ്മയില്ലേ? കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ, കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടി, കേരള നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം, കേരള നവോത്ഥാനത്തിന്റെ ഉന്നമൻ എന്നെല്ലാം അറിയപ്പെട്ട വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് ഏത്? സമത്വ സമാജം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ. അടുത്തതാ പ്രധാനപ്പെട്ട ചോദ്യം നോക്കുക. എന്താണ് ചോദ്യം? ഭയ കൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം. ഭയ കൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച പത്രമാധ്യമം കേരളത്തിലെ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദേശാഭിമാനി, ഓപ്ഷൻ ബി മാതൃഭൂമി, ഓപ്ഷൻ സി കേസരി, ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി. ഏതായിരിക്കും ശരി ഉത്തരം? ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ, അത് സ്വദേശാഭിമാനി പത്രം. 1905 സ്വദേശാഭിമാനി പത്രം. ശരിയല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം.
ആരാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം ആരായിരിക്കും സ്ഥാപകൻ. അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപക നേതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 906 ഈ പത്രത്തിന്റെ എഡിറ്ററായി രാമകൃഷ്ണപിള്ള എന്ന യുവാവ് ചുമതലയേൽക്കുന്നു. ഇതോടുകൂടി നിരവധി പ്രോജ്വലമായ വാർത്തകൾ, ദിവാന്റെ ദുർഭരണത്തിനെതിരായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ 905 ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രമെങ്കിലും രാമകൃഷ്ണപിള്ള എന്ന നേതാവ് ഈ പത്രത്തിന്റെ എഡിറ്റർ ആകുന്നത് 906 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഡിറ്ററായ ശേഷമാണ് ഈ പത്രം വിവാദമായ ഒരു പത്രമായി മാറുന്നു. കാരണം ദിവാനെതിരെ ലേഖനങ്ങൾ അച്ചടിക്കാൻ തുടങ്ങി. ഈ കുറ്റത്തിന് ദിവാൻ പത്രം കണ്ടുകെട്ടി. എന്താ കണ്ടുകെട്ടുക എന്ന് പറഞ്ഞാൽ ബാൻ ചെയ്യുക, നിർത്തലാക്കി, പിടിച്ചെടുത്തു. എന്നിട്ടോ ദിവാൻ ഈ രാമകൃഷ്ണപിള്ള എന്ന എഡിറ്ററെ, അതായത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തി. ഒരു 100 തവണയെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഡേറ്റ് പഠിച്ചു വെക്കണം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് എന്ന് ഡേറ്റ് പറയാമോ? പറയാം, ആർക്ക് പറയാം? രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് എന്നാണ്? ഉത്തരം 1910. ഏത് മാസമാണ്? ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഏത് മാസമായിരിക്കും? ഉത്തരം സെപ്റ്റംബർ മാസം 26. ഉണ്ടോ? 910 സെപ്റ്റംബർ 26 രാമകൃഷ്ണപിള്ളയെ നാട് കടത്തി. എങ്ങോട്ടാണ് നാട് കടത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തി. തിരുനെൽവേലിയിലേക്ക് നാട് കടത്തിയ നേതാവാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ നാട് കടത്തിയ ദിവാൻ ആരെന്നറിയണ്ടേ? ആരാണ് ആ ദിവാൻ? മറ്റാരുമല്ല. ആരായിരിക്കും? ദിവാൻ പി രാജഗോപാലാചാരി. പലരും CP രാമസ്വാമി എന്നൊക്കെ പറയാൻ തുടങ്ങുമായിരിക്കും, പക്ഷെ അത് തെറ്റാണ്. CP രാമസ്വാമി ഒന്നും ആ സമയത്ത് തിരുവിതാംകൂറിലില്ല. ആ സമയത്തെ ദിവാൻ പി രാജഗോപാലാചാരി. അവിടെ ഓർക്കണം, സി രാജഗോപാലാചാരി അല്ല. അത് നമ്മുടെ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, വേദാരണ്യം ഗാന്ധി എന്നൊക്കെ അറിയപ്പെട്ട ഒരു നേതാവാണ് സി രാജഗോപാലാചാരി. അതല്ല, ഇത് പി രാജഗോപാൽ ആചാരി. അപ്പൊ ചോദ്യം എന്താ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എങ്ങോട്ട്? തിരുനെൽവേലിയിലേക്ക് നാട് കടത്തിയത് ഏത് ദിവാനാണ്? പി രാജഗോപാലാചാരി. നാട് കടത്തിയ ഡേറ്റ് 910 സെപ്റ്റംബർ 26. അതുകൊണ്ടാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എന്തായി വന്നത്? മൈ ബാനിഷ്മെന്റ്, എന്റെ നാട് കടത്തൽ. കണ്ടോ? മൈ ബാനിഷ്മെന്റ്, എന്റെ നാട് കടത്തൽ എന്ന ആത്മകഥ ആരുടേത്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എന്റെ നാട് കടത്തൽ. ശരി. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഈ പറയപ്പെട്ട 910 സെപ്റ്റംബർ 26 രാമകൃഷ്ണപിള്ളയെ നാട് കടത്തി എന്ന കാര്യമൊക്കെ നമ്മൾ ഓർന്നു. അപ്പോൾ ഭയകൗടില്യ ലോഭം. അപ്പോൾ പത്രങ്ങളുടെ എല്ലാ ആപ്തവാക്യങ്ങൾ പഠിച്ചു വെക്കണം. ഭയ കൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ല ഒരു നാടിനെ. ഏത് പത്രത്തിന്റെ ക്യാപ്ഷൻ, മോട്ടോ, ആപ്തവാക്യം? സ്വദേശാഭിമാനി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഏത് പത്രത്തിന്റെ ആപ്തവാക്യം? ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഏത് പത്രത്തിന്റെ ആപ്തവാക്യമാണ്? ഒറ്റ ഉത്തരം. ഏത് പത്രമാണ്? അഭിനവ കേരളം. വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന്റെ പത്രമായ അഭിനവ ഭാരതം എന്ന പത്രത്തിന്റെ ആപ്തവാക്യമാണ് എന്നറിയപ്പെടുന്നത്. മറന്നു പോകരുത്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. അഭിനവ കേരളം. അഭിനവ ഭാരതമല്ല, അഭിനവ കേരളം എന്ന പത്രത്തിന്റെ ആപ്തവാക്യം. അതുപോലെ യുക്തിയേന്ത്യ മനുഷ്യൻ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോക വിജ്ഞാന സാഖിയിൽ. ഏത് പത്രമാസികയുടെ ആപ്തവാക്യം? യുക്തിയേന്ത്യ മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോക വിജ്ഞാന സാഖിയിൽ എന്നത് മറന്നുപോകരുത്. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യമാണ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിന് എന്നത് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം എന്ന നിലയിൽ ഓർത്തിരിക്കണം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. തിരുവിതാംകൂർ എന്ന ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം. നോക്കുക, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. വായിക്കാമല്ലോ. 1. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 2. സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി.
തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടി ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏതെന്നാണ്. അപ്പൊ നമുക്കെല്ലാം അറിയാവുന്ന ഒരു മേഖലയാണിത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ശരിക്കു പറഞ്ഞാൽ പതിവ് കണക്ക് എന്ന പേരിൽ ഒരു സമ്പ്രദായം ആരംഭിച്ചു. നിങ്ങൾ കേട്ട് കാണും, മുളകുമടി ശീല, മണ്ഡപത്തും വാതുക്കൽ, പതിവ് കണക്ക്. നോക്കുക ഉദ്യോഗാർത്ഥികളെ, ബഡ്ജറ്റിന്റെ പേരാണ് പതിവ് കണക്ക്, അല്ലെ? നോക്കുക, മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്ന ആനുവൽ ബഡ്ജറ്റ്, അല്ലെ? അതിന്റെ പേരാണ് പതിവ് കണക്ക്. മറന്നു പോരുത്, പതിവ് കണക്കാണ്, ബഡ്ജറ്റാണ് പതിവ് കണക്ക്. അതുപോലെ ചോദിക്കാം, ചെക്ക് പോസ്റ്റുകൾ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ടത് ചൗക്കകൾ എന്നാണ്, ചൗക്ക. അതുപോലെ പോസ്റ്റൽ സമ്പ്രദായത്തിന് അഞ്ചൽ, അത് നിങ്ങൾ എന്തായാലും കേട്ട് കാണും, അഞ്ചലോട്ടക്കാർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരു കൂർത്ത ഒരു ഇരുമ്പ് ദണ്ടൊക്കെ പിടിച്ചുകൊണ്ടാണ് കത്തുകളുമായിട്ട് ഒരാൾ ഇങ്ങനെ ഓടിപ്പോകുമായിരുന്നു. അഞ്ചലോട്ടക്കാരൻ, പോസ്റ്റ്മാന്റെ ആദ്യ രൂപം അഞ്ചൽ ഉണ്ടോ? പോസ്റ്റ് ഓഫീസിന്റെയാണ് അഞ്ചൽ എന്നറിയപ്പെടുന്നത്. പിന്നെയോ താലൂക്ക് ഓഫീസ് അറിയപ്പെട്ട പേര് മണ്ഡപത്തും വാതുക്കൽ ഉണ്ടോ? മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ താലൂക്ക് ഓഫീസുകൾ വിളിച്ചിരുന്ന പേര് മണ്ഡപത്തും വാതുക്കൽ. തഹസീൽദാർമാരെ വിളിച്ചിരുന്നത് കാര്യക്കാർ. തഹസീൽദാർമാർ എന്ത് വിളിച്ചിരുന്നു? കാര്യക്കാർ. വില്ലേജ് ഓഫീസുകളെ പകുതികളെന്നും വില്ലേജ് ഓഫീസർമാരെ പർവതിക്കാർ എന്നും വിളിച്ചിരുന്നു. വില്ലേജ് ഓഫീസുകളെ പകുതികൾ എന്ന്, അല്ലെ? വില്ലേജ് ഓഫീസർമാരെ എന്ത് വിളിച്ചിരുന്നു? പർവതിക്കാർ എന്ന് വിളിച്ചു. ധനമന്ത്രിമാർ, ഫിനാൻഷ്യൽ മന്ത്രിമാരെ മുളകുമടി ശീലക്കാർ എന്നെല്ലാം വിളിച്ചിരുന്നു. അപ്പൊ ഇത്രയും പേരുകൾ മറന്നു. അപ്പൊ ഇവിടുത്തെ പതിവ് കണക്ക് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക്, നമുക്കറിയാം പ്രാകൃതമായ ഒരു ശിക്ഷാ രീതിയൊക്കെയാണ്, അല്ലെങ്കിൽ സത്യം തെളിയിക്കാനായിട്ടൊക്കെ, അല്ലേ? തിളച്ച എണ്ണയിൽ കൈപിടിച്ച് മുക്കും. അദ്ദേഹത്തിന്റെ കൈ പൊള്ളിയില്ലെങ്കിൽ അയാൾ പറയുന്ന സത്യവും, കൈ പൊള്ളിയാൽ കള്ളവുമാണെന്നൊക്കെ പറയുന്ന പ്രാകൃതമായ ഒരു ശിക്ഷാ രീതിയാണ് ശുചീന്ദ്രം കൈമുക്ക്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാൾ രാമവർമ്മയാണ് എന്ന കാര്യം കൂടി നമുക്ക് ഓർത്തിരിക്കണം. ക്രൂരമായ ശിക്ഷാവിധിയായിരുന്നു എന്നറിയാം. അതുപോലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? റാണി സേതുലക്ഷ്മിഭായിയുടെ കാലത്താണ്, അല്ലെ? വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്രവേദികൾ തുറന്നു കൊടുത്ത ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിഭായി. ദേവദാസി സമ്പ്രദായം അവസാനിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്, അല്ലെ? ചൂഷണങ്ങൾക്കെതിരെ നടത്തിയ ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റമായിരുന്നു ദേവദാസി സമ്പ്രദായത്തിന്റെ നിർത്തലാക്കൽ എന്ന കാര്യം കൂടി നമ്മളിവിടെ ഓർത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അടിമത്തം നിർത്തലാക്കിയത് നമുക്കറിയാം സേതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ്. അടിമത്തവുമായി ബന്ധപ്പെട്ട പല നിയന്ത്രണങ്ങളും പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചത്. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യമായി അടിമത്തം നിരോധിച്ചുകൊണ്ട് 1853 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആദ്യ വിളംബരം നടന്നത്. 1853 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. എന്നാൽ സേതുലക്ഷ്മിഭായിയുടെ കാലത്താണ് കൂടുതൽ ഇതിന്റെ പരിഷ്കാരങ്ങൾ വരുത്തിയത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇവിടുത്തെ ചോദ്യം വാചകങ്ങൾ വായിക്കാനാണ്. ഒന്ന്, തിരുവിതാംകൂറിൽ പതിവ് കണക്ക്. നമ്മൾ പറഞ്ഞു ബഡ്ജറ്റിന്റെ പേരാണ് പതിവ് കണക്ക്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, മാർത്താണ്ഡവർമ്മയാണ്. ഉണ്ടോ? 2, സ്വാതി തിരുനാൾ രാമവർമ്മ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി, ശരിയാണ്. 3, തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, ശരിയാണ്. 4, സേതുലക്ഷ്മി തമ്പുരാട്ടിയുടെ കാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി എന്ന് പറയപ്പെടുന്നത് ഭാഗികമായി ശരിയാണ്. ശരിക്കും അടിമത്തം നിർത്തലാക്കിയത് 1853 ഉത്തരം തിരുനാളിന്റെ കാലത്താണെന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഇവിടെ ശരി ഉത്തരം 1, 2, 3 മാത്രമേ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റൂ. അപ്പൊ 1, 2, 3 ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷാ സിലബസിന് അടിസ്ഥാനമാക്കിയ വളരെ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി സമയമില്ല, പരമാവധി നിങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ചരിത്രം പഠിക്കാനായി, കേരള ചരിത്രം പ്രത്യേകിച്ചും. അപ്പോൾ നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വസ്തുക്കളുമായി തൊട്ടടുത്തൊരു ഭാഗത്ത് വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.